കഥകൾ പറഞ്ഞാൽ രൂപാന്തരം വരത്തില്ല, സുവിശേഷത്തിന് രൂപാന്തരം വരുത്താൻ സാധിക്കും. രണ്ടാമത്തെ ടെംപ്റ്റേഷൻ എന്താണെന്നറിയോ? സുവിശേഷം മറഞ്ഞിരിക്കുന്നു. യേശുവിനെ അല്ല ഇന്ന് വേണ്ടിയത്, യേശു തരുന്നതിനെയാണ് വേണ്ടിയത്. പൗലോസ് പറയുക, യേശുവിനെയാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ സുവിശേഷത്തിന് മറയുണ്ട്. അത് വിശ്വാസ കണ്ണുകൊണ്ടേ കാണാനൊക്കത്തുള്ളൂ. ഈ ലോകത്തിൻ്റെ ദൈവമെന്ന് പറഞ്ഞാൽ ഈ പണം വാഴുന്ന ലോകത്തിന് യേശുവിനെ ദൈവമായി കാണാൻ ഒക്കുന്നില്ല. 4-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഈ മറ നീക്കാനാണ് ഇന്ന് പലരുടെയും ശ്രമം. സുവിശേഷത്തിൻ്റെ ആ മറ, ആ വെയിലിനെ നീക്കി ആകർഷക വസ്തുവാക്കി കാണിക്കണം. എല്ലാ മതസ്ഥരുടെയും മുമ്പിൽ വേണോ, യേശുവിനെ വേണോ, നല്ലതാ, വന്നാൽ എല്ലാം ശരിയാകും. അവിടെ പറയുന്നത്, പൗലോസ് പറയുന്നു, മറ്റുള്ളവരെ പോലെ ഞങ്ങൾ ഉപായം പ്രയോഗിക്കുന്നവരല്ല. എന്താ വാക്കിൻ്റെ അർത്ഥം എന്നറിയാമോ? വേദിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ സുവിശേഷത്തിൻ്റെ ഒരു വശം മാത്രം പ്രസംഗിക്കുന്നവരല്ല ഞങ്ങൾ. ഇന്നുള്ള പല വേദികളിലും നമ്മൾ കാണുന്നത് ഒരു വശമായത്. യേശു രോഗികളെ സൗഖ്യമാക്കുമോ? രോഗികളെ സൗഖ്യമാക്കും. യേശു സമാധാനവും സന്തോഷവും തരുമോ? തരും. എന്നാൽ അതിൻ്റെ കൂടെ പറയണം, യേശു പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, അതിൻ്റെ നടുവിലാണ് സമാധാനം. യേശു ചിലപ്പോൾ കഷ്ടതയുടെ തീച്ചുള അനുവദിച്ചേക്കാം. അപ്പോൾ ആരും കൈയടിക്കത്തില്ല. വേദി നിന്നോണ്ട് നിങ്ങളിൽ ചിലർക്ക് കഷ്ടതയുടെ തീച്ചൂള ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും കൈയടിക്കത്തില്ല. അതുകൊണ്ട് ഉപായം പ്രയോഗിക്കുന്നു. പ്രസംഗിക്കുന്ന ആൾ തന്നെ പോക്കറ്റിൽ ഇട്ടിരിക്കുക മെഡിസിൻ. പോക്കറ്റിൽ മെഡിസിൻ ഇട്ടുകൊണ്ട് പ്രസംഗിക്കുകയാണ്, നിന്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെങ്കിൽ രോഗത്തിന് നിന്റെ മേൽ സ്ഥാനമില്ല. അതാ ഉപായം. അത് പറയരുത്. പറയുമ്പോൾ പറയണം, നിങ്ങളിൽ ചിലർ രോഗികളായിരിക്കാം, ചില സന്ദർഭത്തേക്ക് ദൈവം അത് അനുവദിച്ചേക്കാം, ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ രോഗസൗഖ്യം കിട്ടിയില്ലാതെ വന്നേക്കാം. എന്നാൽ സുവിശേഷം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ കുറിച്ച് മാത്രമുള്ള പ്രത്യാശയല്ല. പൗലോസ് പറയുന്നു, ഈ ലോകത്തിൽ മാത്രമാണ് നമ്മൾ പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മളെക്കാൾ അരിഷ്ട മനുഷ്യർ വേറെയില്ല. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളോടൊരു കൂട്ടായ്മ നമ്മൾക്ക് വേണം. സുവിശേഷത്തിലൂടെ യേശു വിളിക്കുന്നത്, കം 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 ടു മൈ കിങ്ഡം, എൻ്റെ രാജ്യത്തിൽ വാ, ഞാൻ നിൻ്റെ രാജാവാകാം. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആ കണ്ണ്, നിങ്ങളുടെ ഉൾക്കണ്ണുകൊണ്ട് അത് കാണാൻ കഴിയുന്നുണ്ടോ? യേശു രാജാവായിരിക്കുന്ന ഒരു രാജ്യം, ആ രാജ്യത്തിലേക്ക് നമ്മളെ വിളിക്കുക. അതൊരു ആത്മീക രാജ്യമാണ്. ആ രാജ്യത്തിലേക്ക് ഇന്നും വിളിക്കുന്നു, ബാബാ കം കം. വീണ്ടും ജനന അനുഭവത്തിലൂടെ ഈ രാജ്യത്തിലേക്കൊന്ന് വാ.